കൊച്ചിയിൽ നടന്നത് സിനിമ തിരക്കഥയെയും വെല്ലുന്ന സ്ക്രിപ്റ്റ്. പദ്ധതി പൊളിഞ്ഞത് നടിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ. കൊട്ടേഷനാണ് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നടി അപമാനിക്കപ്പെടാനും ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾക്കും ഇടയാക്കിയ വലിയ പ്രതിഷേധങ്ങൾക്ക് നിലവിൽ സമൂഹത്തിൽ തന്നെ ഇടയാക്കിയ ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തങ്ങൾ നിരപരാധികളാണെന്നും കേസിൽ കുടുക്കിയതാണെന്നും മുഖ്യപ്രതി പൾസർ സുനി, മണികണ്ഠൻ, വിജീഷ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. നടിയെ ആക്രമിച്ചത് കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണ് എന്ന് പൾസർ സുനി പറഞ്ഞതായി നടി നേരത്തെ മൊഴി നൽകിയിരുന്നു. ഏതായാലും വളരെ ശക്തമായി തന്നെ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. ഒപ്പം തന്നെ നടിക്ക് ഒരു വലിയ പിന്തുണ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കുറ്റക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരണം, കൃത്യമായി അവർ ശിക്ഷിക്കപ്പെടണം എന്ന ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ വിഷയം തന്നെയാണ് ഇതിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് ട്രാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും പ്രശസ്ത ക്രിമിനോളജിസ്റ്റായ ശ്രീ ജെയിംസ് വടക്കംചേരി, ഒപ്പം തന്നെ നടിയും സിനിമാ പ്രവർത്തകയും ഒക്കെയായ ശ്രീമതി ഉഷ തെങ്ങന്തുടി, ഒപ്പം സാമൂഹിക പ്രവർത്തകനും അധ്യാപകനുമായ ബിജി അബ്രഹാം കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ഒപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP, അദ്ദേഹവും നമുക്ക് ടെലിഫോൺ ലൈനിൽ ജോയിൻ ചെയ്യുന്നതാണ്. ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജെയിംസ് വടക്കംചേരി, ഒരുപക്ഷെ ഒരു തിരക്കേറിയ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒരു യുവതിയുടെ ജീവൻ പോലും കവരപ്പെട്ട സംഭവം നമ്മളുടെ മനസ്സിന് നൽകിയിട്ടുള്ള മരവിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. അതിനുശേഷം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ സമാനമായ രീതിയിലും അല്ലാത്ത രീതിയിലും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടു. അതിന് ഏറ്റവും ഒടുവിലാണ് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു നടി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് തന്നെ ആ കാര്യങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ പല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ളവരാണ്. പക്ഷേ ആ നടിക്ക് പോലും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, സിനിമാ സെറ്റിലേക്ക് പോലും എത്തുക, ഇത്തരം വലിയ ഒരുപക്ഷെ വളരെ വിദഗ്ധമായ ഒരു സ്ക്രിപ്റ്റിനൊടുവിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് ഒരുപക്ഷെ ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന രീതിയിൽ കാണുന്നത്? ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇത് വിലയിരുത്തുകയാണെങ്കിൽ, അതായത് നിർവികാരനായിട്ട് ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ, ഒബ്ജക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ FIR ആരും കണ്ടിട്ടില്ല. ഏത് സെക്ഷൻസൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്നുള്ളത് ആർക്കും അറിയാൻ വയ്യ. മജിസ്ട്രേറ്റിന് കൊടുത്തതായ രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെൻറ്റ് ആരും കണ്ടിട്ടില്ല. ഈ നടി ഇതേവരെ പുറത്തിറങ്ങി ആരോടും സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രധാന പ്രതി എന്ന് നമ്മൾ പറയുന്ന സുനി, അയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഒന്നും പറയുന്നില്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുകൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ പറ്റിയും നമുക്ക് വ്യക്തമായ ഒരു രേഖ നമ്മുടെ കയ്യിലില്ല. അതനുസരിച്ച് ഒരു അബ്ഡക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. അതായത് ഈ സ്ത്രീയെ, ഈ നടിയെ ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിനപ്പുറം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ കിട്ടുന്നില്ല. എന്താ നടന്നത്? എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ സംഭവം നടന്ന ആ സമയം മുതൽ ഇത് സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. ഇതേവരെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, നമുക്ക് ഊഹാപോഹങ്ങളുണ്ട്. ഊഹിച്ച് ഇന്നതൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട ടൈംസ് ഓഫ് ഇന്ത്യയിലെ ചില റിപ്പോർട്ടേഴ്സൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത്, എന്താണ് ഈ ലൈംഗികമായിട്ട് എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു, ഏതെല്ലാം സെക്ഷൻ അനുസരിച്ചുള്ള ഈ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒന്നും നമുക്ക് ഒരു വ്യക്തമായ പിക്ചർ ഇല്ലാതെ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. എന്താ വാസ്തവത്തിൽ എന്താ നടന്നത്? അതായത് 376 അത് റേപ്പ് എന്നുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അതിന് ഈ നിർഭയ കേസിന് മുമ്പ് ഒരു ഡെഫിനേഷനുണ്ട്. ആ ഡെഫിനേഷൻ പുതുക്കി ഇപ്പോൾ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡെഫിനേഷൻ പറയുന്ന വിധത്തിലുള്ളതായ റേപ്പ് നടന്നിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നു. പക്ഷെ നമുക്ക് FIR കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 354B, C ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളൊക്കെ അനുസരിച്ചുള്ളതായ
കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇതുപോലെ ആളുകൾ മാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി എന്താണ് നടന്നത് എന്ന് നമുക്ക് വിവരം കിട്ടാത്തോളത്തോളം സമയം നമ്മൾ എന്തെന്നാ ചർച്ച ചെയ്യുന്നത്? പക്ഷെ അതൊരു നെഗറ്റീവ് കൂടിയാണ്. കാരണം അത് പല രീതിയിൽ ചർച്ച വളച്ചൊടിച്ച് പോവുകയാണ്. കാരണം നമുക്ക് ട്രാക്ക് കിട്ടുന്നില്ല. ഇപ്പൊ പറയാണ് FIR ഇന്ന സെക്ഷൻസ് ഇട്ടിട്ടുണ്ട്, ഇന്ന സെക്ഷൻസ് ഇടാനായിട്ട് നടി കൊടുത്തതായ സ്റ്റേറ്റ്മെന്റ് ഇന്നതൊക്കെയാണ്, ഇന്നതാണ് മജിസ്ട്രേറ്റിനെ കൊടുത്തതെന്ന് വ്യക്തമായിട്ട് ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. അതനുസരിച്ച് ഇപ്പോൾ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങട്ടെ? ഞാൻ ഏതിലെയാണ് ചർച്ച ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? എവിടേക്കാണ് ചർച്ച ഞാൻ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ഒരു ടോട്ടലി ഐ ആം കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ ഇപ്പോഴും. യെസ്, ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം. ശ്രീമതി ഉഷ തെങ്ങന്തൊടി, ഇവിടെ ഒരു പക്ഷേ ഒരു സഹപ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തെ താങ്കളും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് തന്നെ പ്രതികരിക്കാനാകും കൂടുതൽ താല്പര്യപ്പെടുക എന്ന് തോന്നുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്, ഈ വ്യക്തി ഏത് വിധത്തിലാണ് ഇത്രയും സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കേസുമായി റിലേറ്റഡ് ആയി വരുന്നുണ്ട്. ഈ കേസിന് മുൻപ് ഞാൻ ഇതുപോലൊരു ചെയറിലിരുന്നിട്ട് പണ്ട് ഡൽഹിയിൽ കൂട്ടമാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ ആ കുട്ടിയെ പറ്റിയും ഇതുപോലൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഞാൻ വെക്കുന്ന ചോദ്യം. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് അതിനെ എന്ത് ചെയ്യാം ഏത് ചെയ്യാം എന്നല്ല. നമ്മുടെ മക്കൾ സുരക്ഷിതരാണ് നമ്മുടെ ദേശത്ത്. ആ കുട്ടികൾ റോട്ടിലോട്ട് ഇറങ്ങിപ്പോയാൽ, കോളേജിൽ പോയാൽ, ജോലിക്ക് പോയാൽ, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മ സുരക്ഷിതയായിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ മുല കൊടുത്ത് ഉറക്കിയിട്ട് വന്ന എൻ്റെ കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഓഫീസ് വിട്ടു പോകുമ്പോൾ എൻ്റെ കുഞ്ഞവിടെ സുരക്ഷിതയാണ് എന്ന് സമാധാനിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലേക്കൂടെ അല്ല നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് മുഴുവനും ഒരു സംഭവം നടന്നതിന് ശേഷമുള്ള ചർച്ചകളാണ്, പ്രതിഷേധങ്ങളാണ്. പക്ഷെ ഈ ചർച്ചകളും പ്രതിഷേധങ്ങളും കൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരിലോട്ട് പ്രദാനം ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ആദ്യമേ ചർച്ചയിലേക്ക് എടുക്കേണ്ടത്. അല്ലാതെ ഒരു കുട്ടിക്കൊരു ദാരുണ സംഭവം ഉണ്ടായതിനു ശേഷം അതിനെ കീറി മുറിച്ച്, അതിനെ പിച്ചി ചീന്തി, അതിനെ ഒരു കോടതിയിൽ കൊണ്ടുപോയി നിർത്തി വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ആ കുട്ടിയുടെ മനസ്സിനെ കീറി മുറിക്കുന്നതല്ല നമ്മുടെ സംസ്കാരം. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ഈ കുട്ടികളെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ആ കുട്ടികളെ എങ്ങനെ ജീവിതത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു ഈ പിഞ്ചു കുട്ടികൾ. ഇന്നിപ്പോൾ കൂടുതലാണ് ഭിക്ഷക്കാരുകൾ, ഇവരൊക്കെ ചെയ്യുന്ന ക്രൂരത ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നടി, ലോകം അറിയപ്പെട്ട ഒരു നടി, അവൾക്കൊരു സംഭവം വന്നു, നമ്മൾ അതിശക്തമായി അതിനെ പോരാടുന്നു. മറിച്ച് എത്രയോ കുട്ടികൾ അതിദാരുണമായിട്ട് ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം. എല്ലാം നമ്മുടെ സഹോദരന്മാരാണ്, എല്ലാം നമ്മുടെ പിഞ്ചു മക്കളാണ്, എല്ലാവരും നമ്മുടെ അമ്മമാരെ. ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് ഒരു ഓർഫനേജിൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ടത്, ഓട്ടിസം വന്ന ഒരു കുട്ടിയെ അവർ റേപ്പ് ചെയ്ത് ആ കുഞ്ഞ് പ്രസവിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക് അറിയില്ല ഈ കുട്ടിയെ ഞാൻ മുല കൊടുക്കണോ അതിനെ ഞാൻ എടുക്കണോ, ആ കുട്ടിക്കൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെന്ത് ന്യായമുള്ളൊരു ദേശം? എങ്ങനെ നമുക്ക് സ്വന്തം മക്കളോട് എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇവിടെ വേണ്ടത് ശക്തമായ ഭയമുള്ള ഒരു ഭരണകൂടം. ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെ അറസ്റ്റ് ചെയ്യും, എനിക്കൊരു ശിക്ഷയുണ്ട് എന്ന് ഭയപ്പെടുന്ന വിധത്തിലുള്ള ഭരണകൂടങ്ങളും പോലീസ് പ്രൊട്ടക്ഷനും, അല്ലാതെ കുടുംബത്തും ഭയമുള്ള ഒരു കുടുംബം ഉണ്ടാകണം. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഞാൻ തെറ്റ് ചെയ്തിട്ട് വന്നാൽ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് ഓരോ അച്ഛനും അമ്മമാരും തീരുമാനമെടുക്കണം. എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തിട്ട് ഈ വീട്ടിൽ തിരിച്ചു വന്നാൽ അവനെ ചൂണ്ടിക്കൊടുക്കണം, ഇവൻ തെറ്റ് ചെയ്തിട്ട് വന്നതാണെന്ന്. അങ്ങനെയുള്ളൊരു സമൂഹം നമുക്കുണ്ടാകണം. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാന്ന്? ഞാൻ എൻ്റെ മകൻ തെറ്റ് ചെയ്താലും ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അവനെ കോടതിയിൽ കൊണ്ടു നിർത്തും. ഇത് ഞാൻ ഇന്ന് പറഞ്ഞതല്ല. എൻ്റെ മകനെ അവൻ തിരിച്ചറിവായി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടി മേടിച്ചു കൊടുക്കുമ്പോൾ, ഒരു കാറ് മേടിച്ചു കൊടുക്കുമ്പോൾ സമൂഹത്തിൽ അവന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോനെ
നിനക്കൊരു വണ്ടി മേടിച്ചു തരുന്നത് നിന്നെ മറ്റുള്ളവരെ കൊല്ലാനോ ചവിട്ടിയിടാനോ അല്ല, നിന്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ്. നീ മറ്റുള്ളവരെ മുന്നിൽ അഹങ്കരിക്കാനല്ല. ഇത് നിനക്ക് സ്വസ്ഥമായി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനാണ്. ഇങ്ങനെ അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിക്കണം. ആ പഠിപ്പുകൾ ഒന്നും ഇന്നുണ്ടായി വരുന്നില്ല. അതുകൊണ്ടാണ് സമൂഹത്തിലോട്ട് നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ നശിപ്പിക്കപ്പെടുന്നത്. ഞാൻ തിരികെ എത്താം. ശ്രീ ബിജി എബ്രഹാം, ഒരുപക്ഷെ ഇവിടെ ശ്രീ ജെയിംസ് വടക്കംചേരി സൂചിപ്പിച്ചതല്ലേ, കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇപ്പോൾ കൊട്ടേഷൻ എന്ന രീതിയിൽ ആ നടിയുടെ മൊഴി തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. ആര് കൊട്ടേഷൻ കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതും ഒരുപക്ഷെ ആ ഒരു തരത്തിലേക്കൊക്കെ എത്തിയതും അവർക്ക് അത് തുറന്നു പറയാനുള്ള ഒരു മനോധൈര്യം ഒരുപക്ഷെ അവരുടെ ഫീൽഡിൽ നിന്ന് തന്നെ കിട്ടും എന്ന് അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒക്കെ ഭാഗമായാണ്. ഇവിടെ ഇങ്ങനെ പറയാതെ പോകുന്ന എത്രയോ പേരുണ്ട്. ഈ പൾസർ സുനിയുടെ കാര്യം തന്നെ പറയുന്നത് കേട്ടു. ഇതിനു മുൻപും 2 നടിമാരെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അത് പുറത്തു പറയാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമായി കൂടി വേണ്ടേ ഈ ഒരു വിഷയത്തെ കാണാൻ, ഒരു നടി എന്നതിനൊക്കെ അപ്പുറത്തേക്ക്? ശ്രീ ബിജി. ആദ്യമായിട്ട് തന്നെ ഈ കേരളം പോലെ ഒരു സാംസ്കാരികവും സാമൂഹികമായി മുൻപിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ദൗർഭാഗ്യകരമാണ്. ഈ ഒരു വിഷയത്തെ വളരെ പൊളിറ്റിക്കലായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 80കളുടെ അവസാനവും 90കളുടെ ആരംഭ കാലഘട്ടത്തിലും നമ്മുടെ രാജ്യം വിശേഷിച്ച് മുതലാളിത്തത്തിൻ്റെയും ആഗോളീകരണത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം വളരെ വ്യാപകമായി മാറുകയുണ്ടായി. മൂലധനത്തിൻ്റെ ഒരു വലിയ ഒരു വ്യാപനം നമ്മുടെ രാജ്യത്തിൽ സാധ്യമായത് ഏതാണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. ഇന്ത്യയിൽ ഉൽപാദന മേഖലയ്ക്ക് പകരം സർവീസ് മേഖല ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, വിശേഷിച്ച് ടൂറിസം പോലുള്ള മേഖല. അതേപോലെ തന്നെ സർവീസ് മേഖല ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായി ആക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഹോളിവുഡിൻ്റെയും ബോളിവുഡിൻ്റെയും ഒക്കെ ചുവട് പിടിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രി പോലും ഒരുപാട് മൂലധനത്തിൻ്റെ ഇടപെടൽ നടക്കുന്ന ഒരു ഇടമായിട്ട് മാറിയത് ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ്. ഒരു കലയെന്ന രൂപത്തിൽ, ഒരു ആർട്ട് ഫോം എന്ന നിലയിൽ നിന്നല്ല, മറിച്ച് ഫിലിമിനെ ഇന്ന് മനസ്സിലാക്കുന്നത് ഒരു വലിയ വ്യവസായം എന്ന നിലയിലാണ്. അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് സിനിമാ വ്യവസായം, ഫിലിം ഇൻഡസ്ട്രി എന്ന പേരിൽ തന്നെയാണ് ഇവർ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം പലപ്പോഴും ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കപ്പെടുന്ന പണം എന്ന് പറയുന്നത് നിയമവിധേയമായ ഒരു പണം തന്നെയാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. എന്നാൽ തെറ്റായ മാർഗത്തിൽ, അസാൻമാർഗികമായ മാർഗത്തിൽ കള്ളപ്പണമൊക്കെ വെളുപ്പിക്കാനുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ പലപ്പോഴും സിനിമ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അത് ബോളിവുഡിലൊക്കെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരു 70കളുടെ അവസാനം മുതൽ 80 കാലഘട്ടത്തിലൊക്കെ നമ്മൾ എത്രയോ അധോലോകമായി ബന്ധപ്പെട്ടതും, എന്തിനു പറയുന്നു 90കളിലും 2000-ത്തിലൊക്കെ നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലാണെങ്കിലും സിനിമാ വ്യവസായം 100 കോടിയുടെ ഒക്കെ ഒരു വ്യവസായമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അത്തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇതിൽ മുടക്കുന്ന പണം, ഇതിൽ നിന്ന് ലഭിക്കുന്ന പണമൊക്കെ പലപ്പോഴും നിക്ഷേപിക്കപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലെ പാടശേഖരങ്ങൾ നികത്തിയിട്ട് കേരളത്തിലെ ഭൂമിയിലാണ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്, കെട്ടിട മേഖലയിലാണ്, ഇതുപോലുള്ള കച്ചവട മേഖലകളിലാണ്. ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന, തെറ്റായ മാർഗത്തിൽ കള്ളപ്പണം നിക്ഷേപിക്കപ്പെടുന്ന ഒരിടമായിട്ട് പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ പണം ഉപയോഗിക്കപ്പെടുമ്പോൾ വ്യവസായ വാണിജ്യ മേഖലകളിൽ, ഭൂമിയിൽ, റിയൽ എസ്റ്റേറ്റിലൊക്കെ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഇതിന് സംരക്ഷകരായിട്ട് പലപ്പോഴും ഗുണ്ടാ സംഘങ്ങളെ വളർത്തേണ്ടതായിട്ട് വരുന്നുണ്ട്, മാഫിയ തലവന്മാരെ വളർത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനു പറയുന്നു? സിനിമാ നടനായ അതിപ്രശസ്തനായിട്ടുള്ള ശ്രീനിവാസൻ തന്നെയല്ലേ ഫാൻസ് അസോസിയേഷനുകളെ കൊട്ടേഷൻ സംഘങ്ങൾ എന്നൊക്കെ മറ്റും വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പം തന്നെ ഇതിനകത്ത് പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ മാക്ട പോലുള്ള സംഘടനയിൽ അംഗങ്ങളല്ല. എന്നിട്ട് കൂടി എങ്ങനെയാണ് ഈ മേഖലയിൽ ഇത്രയും കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്നുള്ള തരത്തിലുള്ള സന്ദേഹം സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ ഉന്നയിക്കുന്നുണ്ടല്ലോ. മാത്രവുമല്ല, ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ ഇത് പൊളിറ്റിക്കലായിട്ട് തന്നെ ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ട്. ഈ ഒരു വിഷയം നമ്മളുടെ സാംസ്കാരിക മണ്ഡലത്തിൽ, വിശേഷിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ മണ്ഡലത്തിലൊക്കെ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല.
വലതുപക്ഷ ജാതിമത സംഘടനകളുടെ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരളത്തിൽ തന്നെ വലതുപക്ഷ ജാതി മത സംഘടനകൾ എടുക്കുന്ന നിലപാടുകൾ എത്ര പിന്തിരിപ്പരാണ്. അതോടൊപ്പം തന്നെ പൗരോഹിത്യമായി ചേർന്ന് നിൽക്കുന്ന പുരുഷ കേന്ദ്രീകൃത നിലപാട്, അടിസ്ഥാനപരമായിട്ട് സ്ത്രീ ഇന്നും സമൂഹത്തിന്റെ മുഖ്യധാരയ്ക്ക് പുറത്ത് തന്നെയാണ് എന്നതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഏതായാലും വളരെ വിശദമായി തന്നെ താങ്കൾ അതിലേക്ക് എത്തുകയായിരുന്നു. നിലവിലെ സാഹചര്യം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ ഇന്ന് കേസ് കഴിഞ്ഞ ദിവസമൊക്കെ വിശദമായി തന്നെ താങ്കൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. ഇന്നിപ്പോൾ നടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന്, അവരോട് തന്നെ പറഞ്ഞു എന്ന്. അതായത് ഒരു കൊട്ടേഷൻ തന്നെയാണ്, അത് അവർ അറിയേണ്ടിയുമിരുന്നു, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന സൂചനകൾ തന്നെയാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ താങ്കൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത്? ശ്രീ ജോർജ് ജോസഫ്. അതെ, ഇത് എന്ത് വന്നാലും ശരി, ഇതിനകത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ വണ്ടിയിലാണ് ഈ നടി കയറിയത്. അപ്പൊ ആ മാർട്ടിനുമായിട്ട് അടുപ്പമുള്ള മാർട്ടിൻ ഉൾപ്പെട്ട ഒരു കൊട്ടേഷൻ സംഘം വന്നിരിക്കുന്നു. അയാൾ സൈലന്റ് ആയിരുന്നു. ആ കുട്ടിയെ ഉപദ്രവിച്ച സമയത്ത് അയാൾ സൈലന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ കൊട്ടേഷന്റെ നിലവാരം, ഇത് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൊട്ടേഷന്റെ നിലവാരം കേരളത്തിലെ ഒരാളൊരു വലിയൊരു കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് സബ് കോൺട്രാക്ട് കൊടുക്കും. ആ സബ് കോൺട്രാക്ട് വേറൊരാൾക്ക് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഇപ്പം പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് നമുക്കറിയില്ല. പൾസർ സുനിയുടെ തന്നെ ഒരു ഇടപാടാണ് ഇത് മുഴുവനെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പൾസർ സുനിക്ക് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? പക്ഷെ ആ മുകളിലോട്ടുള്ള കൊട്ടേഷൻകാരെ കേരളത്തിലെ ഇതുവരെ നടന്ന വലിയ കൊട്ടേഷനിലൊന്നും പോലീസ് കണ്ടെത്തിയിട്ടില്ല, പോലീസ് കണ്ടെടുത്താനും പോകുന്നില്ല. അപ്പോ ഇതിനകത്ത് പൾസർ സുനിയുടെ തന്നെ തലയിൽ വന്ന ഒരു ഐഡിയയാണ് ഇത്. കാരണം 60 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് 30 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൊട്ടേഷൻ കൊടുത്തത് ആരാന്ന് അയാൾ സ്വന്തമായിട്ട് ചെയ്തതായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നില്ല. മലയാള സിനിമാ രംഗത്ത് ഇതിനു മുമ്പും പലതും നടന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് 2010 നിർമ്മാതാവ് സുരേഷിന്റെ ഭാര്യയെ ഇതൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഈ നടിയെ ഒറ്റപ്പെടുത്താനോ നടിയെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കാനോ ഒക്കെ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം ആണ് ആരോ കൊട്ടേഷൻ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊട്ടേഷൻ നമ്മൾ മുത്തൂറ്റിന്റെ സംഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പോലീസ് ആ കൊട്ടേഷൻ കൊടുത്തത് ആരാണ്, എവിടുന്നാണ് വന്നതെന്നൊന്നും വെറും 2 ലക്ഷം രൂപയ്ക്ക് കാരി സതീഷ് ഈ നടത്തിയെന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ അത് ഒരിക്കലും വിശ്വസിക്കത്തില്ല. അപ്പം കൊട്ടേഷൻ എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, എത്ര കോടി രൂപയുടെ കൊട്ടേഷനാണ്, അവിടുന്ന് സബ് കോൺട്രാക്ട് പലരും എടുത്തെടുത്ത് അവസാനമാണ് വെറും 5 ലക്ഷക്കും 10 ലക്ഷം രൂപയ്ക്ക് ഓരോരുത്തരും ഈ കൊട്ടേഷൻ പണി ചെയ്യുന്നത്. അതിന് മുകളിലോട്ടുള്ള സ്ഥലത്തോട്ട് പോലീസിന് പ്രവേശിക്കാനും സാധിച്ചിട്ടില്ല, പോകുമെന്ന് എനിക്ക് തോന്നണമില്ല. അപ്പൊ ഇത് പൾസർ സുനിയുടെ 6 മാസത്തെ അയാളുടെ മൊബൈൽ ഫോൺ, എത്ര മൊബൈൽ ഫോൺ അയാളുടെ കയ്യിലുണ്ടായിരുന്നോ അത് നേരത്തെ ഉള്ളവർക്കൊക്കെ അറിയാം. അത്ര മൊബൈൽ ഫോണിനകത്ത് 6 മാസത്തെ അയാളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുണ്ടാവും. അതിനകത്ത് ഈ ഒറിജിനൽ കൊട്ടേഷൻകാരുമായിട്ടുള്ള ബന്ധപ്പെടല് കൂടെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതിനകത്തുണ്ടാവും. അപ്പൊ ആ രീതിയിൽ പോലീസ് പോട്ടെ. പക്ഷേ ഈ കൊട്ടേഷൻ ഈ ഓപ്പറേഷൻ സമയത്ത് യഥാർത്ഥത്തിലുള്ള ആൾക്കാരുടെ മൊബൈല് സമേശ ഓഫ് ചെയ്തിരിക്കും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൽ അതിലോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ഇത് ഈ നടിക്കുണ്ടായ ഈ അനുഭവത്തിന്റെ പുറത്ത് കേരളത്തിലെ ഇങ്ങനെ പലരും ദുഃഖിക്കുന്നുണ്ട്. പല വിവരങ്ങളും വെളിയിൽ വന്നിട്ടില്ല. ഇതിനകത്ത് ആ കുട്ടി പോയി പറഞ്ഞ സ്ഥലത്ത് അപ്പം തന്നെ പോലീസില് ലാല് പറയണോന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് വെളിയിൽ വന്നത്, അല്ല ഇത് വെളി വരൂല. അപ്പൊ ഇതുപോലെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഇത് നമുക്ക് നോക്കാം, യഥാർത്ഥത്തിൽ ഇത് എങ്ങോട്ട് ട്രാക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇത് എന്നെ പോലെയുള്ള ഒരാളെ ഇതൊരു ചെറിയ കൊട്ടേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ, നമുക്ക് വാച്ച് ചെയ്യാം, നോക്കാം. പൾസർ സുനിയെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ സമയം പിടിക്കും. ഞാൻ തിരികെ എത്താം ശ്രീ ജോർജ് ജോസഫ്. ശ്രീ ജെയിംസ് വടക്കംചേരി, ഒരു പക്ഷേ താങ്കൾ ആദ്യം നിന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഇപ്പോൾ നമുക്ക് വേറൊരു തലത്തിലേക്ക് ഇനിയിപ്പോൾ ചർച്ച കൊണ്ടുപോകാൻ തോന്നുന്നു. കൊട്ടേഷൻ ഒരു പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ താങ്കൾക്കും അദ്ദേഹത്തിനുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വളരെ ഡയറക്റ്റായുള്ള അനുഭവങ്ങളൊക്കെ കാണും, കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ.
ഇവിടെ സ്വാഭാവികമായും ഇതൊരു പുതിയ സംഘമായിരിക്കില്ല അങ്ങനെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിരിക്കുക. സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ഒക്കെ തന്നെയും ഒരു ബേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടച്ച് ഇതിൽ താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഊഹാപോഹങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പോലീസ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം ഇവരോട് ചോദിച്ചു കഴിയുമ്പോൾ പോലീസ് അങ്ങോട്ട് അങ്ങനെ ഒഴിയാണ് പോകുന്നതല്ലാതെ അവരിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല. എന്താ ഉണ്ടായത്, എന്താ നിങ്ങളോട് പറഞ്ഞത്, ഈ നടി പറയുന്നില്ല. മജിസ്ട്രേറ്റിൻ്റെ അവിടെ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്, സൂചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതല്ലാതെ ആ രഹസ്യമൊഴി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്നതായ FIR-ൻ്റെ സെക്ഷനും പോലും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഊഹാപോഹങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. ആ നിലയ്ക്ക് ഇപ്പോൾ ഗുണ്ടകളുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ ചർച്ച ചെയ്തു പോയാൽ ചർച്ചകൾ ചെയ്തൊക്കെ പോകുന്നല്ലാതെ നമുക്ക് ഒരു ചർച്ച ചെയ്യാൻ പറ്റുന്നതായ ഒരു ബേസിസ്, ഒരു അതായത് നമുക്ക് സസ്പീഷൻ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ, ഹൗവർ സ്ട്രോങ് ഇറ്റ് ഈസ്, എത്രമാത്രം സ്ട്രോങ് ആണെങ്കിലും ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രൂഫ് എന്നാണ്. ഒരു ചർച്ച നമ്മൾ ഇതുപോലെയുള്ള ഒരു ചാനലിൽ ചെയ്യുമ്പോൾ ഇന്ന വിധത്തിലാണ് എന്ന് നമ്മൾ പറയാനായിട്ട് നമുക്ക് ഊഹാപോഹങ്ങൾ വെച്ച് 10 പേരെ വെച്ചാൽ 10 ഊഹാപോഹങ്ങൾ ഉണ്ടാകും. അത് വെച്ചിട്ട് ഇപ്പം ഈ നടിയെ വാഹനത്തിൻ്റെ അകത്ത് വെച്ച് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ശാരീരികമായിട്ടും അതല്ലാതെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ സെക്ഷൻ അറിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലാണ് ഉപദ്രവം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു സംഗതി, ഒരു അബ്ഡക്ഷൻ, അതായത് അവിടുന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള വനിതകളെ വരെ തട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ളതായി, അതും ഈ കൊച്ചി പോലെയുള്ളതായ നഗരത്തിൽ തട്ടിക്കൊണ്ട് പോകുവാനായിട്ടുള്ളതായ ധൈര്യം കാണിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രി ചെയ്തതുപോലെ ഒരു ഗുണ്ടാ സംസ്കാരം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ തട്ടിക്കൊണ്ട് പോകരുത് മാത്രം, ബാക്കിയുണ്ടായ കാര്യങ്ങളെ ഇപ്പൊ ഞാൻ അതിലൂന്നി തന്നെ, അതായത് ഇവിടെ 2 സംഭവങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അതായത് ഇപ്പോൾ പ്രതി പോലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം പ്ലാൻഡ് ആണ്, തന്നെ കുടുക്കിയതാണ് എന്ന്. പക്ഷേ ഈ പൾസർ സുനി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആണ്. അയാൾക്ക് പക്ഷേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമയോടൊപ്പം സഹകരിക്കാൻ പറ്റി, ഒരു പക്ഷേ വളരെ കാലം ഭാവനയുടെ നടിയുടെ ഡ്രൈവറായി ഇരിക്കാൻ പറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് ഇത്രയും ചെറിയൊരു തുകയ്ക്ക് ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കണമെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു സബ് കോൺട്രാക്ട് കൊടുത്ത് അങ്ങനെ വന്നതായിരിക്കാം. അങ്ങനെ ഒരു കൊട്ടേഷൻ സംഘം സജീവമായി സിനിമാ പ്രവർത്തകർക്കിടയിൽ അടക്കം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് സൊസൈറ്റിയിൽ ഒരുപക്ഷെ ഒരു നല്ല ലെവലിൽ നിൽക്കുന്നവർക്കിടയിൽ അടക്കം സജീവമായി നിൽക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ ഈ 2 വിഷയങ്ങൾ. അതായത് ഈ സുനിയെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, ഈ സുനിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. അതായത് ഇത് കൊട്ടേഷൻ എങ്ങനെയായിരുന്നു, കൊട്ടേഷൻ നേച്ചർ എങ്ങനെയായിരുന്നു. ഇപ്പം മുത്തൂറ്റ് വധക്കേസുണ്ട്, ആ കേസിൽ കൊട്ടേഷനായിരുന്നു, അത് ആലപ്പുഴയ്ക്കുള്ള കൊട്ടേഷൻ തന്നെയായിരുന്നു എന്നതുപോലെ ഇത് സുനി ഇപ്പം ഇന്ന് പത്രത്തിൽ വന്നതായ ഈ മാധ്യമങ്ങളിൽ വന്നതായ ഒരു വിവരം അനുസരിച്ച് ഈ സുനി സംഭവത്തിന് ശേഷം ആലപ്പുഴ വന്നുവെന്നും അവിടെ വന്ന് ഒരു ആളെ കണ്ടുവെന്നും പണം ആവശ്യപ്പെട്ടുവെന്നും പോലീസ് ഏതാണ്ട് നൊടിയിടയ്ക്ക് ഇടയിൽ അയാൾ രക്ഷപ്പെട്ടു പോയി എന്നും പറയുന്നു. ആ ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ കസ്റ്റഡിയിൽ എടുത്ത ആൾക്ക് തീർച്ചയായിട്ടും ഈ സുനിയുടെ കാര്യങ്ങൾ കുറച്ച് പറയാൻ കഴിയും. പക്ഷെ അയാൾ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ രഹസ്യമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ആ കൊട്ടേഷൻ്റെ നേച്ചർ, ആ കൊട്ടേഷൻ്റെ സബ് കോൺട്രാക്റ്റ് ആണോ അത് മെയിൻ കോൺട്രാക്റ്റ് ആണോ? ഇപ്പോൾ ഇതിനകത്ത് മാധ്യമങ്ങൾ പറയുന്നത്, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ എന്തെല്ലാം വ്യൂസാണ് കിട്ടുന്നത്. ആ വ്യൂസ് വെച്ച് നോക്കുമ്പോൾ ചില രാഷ്ട്രീയക്കാരുടെ ആളുകൾ ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, ചില വലിയ സെലിബ്രിറ്റികളായ നടന്മാർ ഇടപെട്ടിട്ടെന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കാള പെറ്റു എന്ന് പറഞ്ഞതോടുകൂടി ആ കയറെടുക്ക് കാളക്കുട്ടിയെ കെട്ടാൻ എന്ന് പറയുന്നത് പോലെ ഈ നടിയെ അബ്ഡക്റ്റ് ചെയ്ത്, അതായത് തട്ടിക്കൊണ്ടുപോയി എന്തൊക്കെ ഉണ്ട് എന്നുള്ള ആ കാര്യങ്ങളെല്ലാം
നമ്മുടെ ഭാവന കൊണ്ട് അങ്ങോട്ട് പറയുന്നു എന്നല്ലാതെ അത് പറയത്തക്ക വിധത്തിലുള്ളതായ ഒരു മാറ്റർ കൊട്ടേഷനാണോ അത് ആ സ്ത്രീയെ 376 ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇന്ന് ഞാനേ വേറെ കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഈ സിനിമാ താരങ്ങൾ, സീരിയൽ താരങ്ങൾ എറണാകുളത്ത് ഇന്നലെ എല്ലാവരും കൂടിയിട്ട് പ്രതിഷേധം അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത്. പക്ഷെ അവരുടെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടപ്പോൾ അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല എന്താ നടന്നത്. അതിനിടയ്ക്ക് ചിലർ കരയുന്നുണ്ട്, ചിലർ വലിയ ഫലപ്രയാസപ്പെടുന്നുണ്ട്, എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ അവിടെ ഉണ്ടായത് എന്ന് ഈ പറഞ്ഞതായ ആരും തന്നെ വ്യക്തമാക്കുന്നില്ല. ഒരു പക്ഷേ ഈ പുറത്ത് വന്നിരിക്കുന്നതിലും കൂടുതൽ വിശദമായി തന്നെ അറിയാവുന്നവരുമാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാവുന്നതാണ്, പക്ഷെ അവർ മിണ്ടുന്നില്ല. അതായത് നമ്മളായിട്ട് അതായത് ഈ ചർച്ച ചെയ്യുന്നതായ ഈ ചർച്ചയ്ക്ക് വരുന്നതായ ആളുകൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് വികസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അറിയാവുന്നവർ പോലും. ഇപ്പോൾ ആ ലാൽ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നടിയെ കൊണ്ടുവരാനായിട്ട് വിട്ടതായ ആ കാറ്, ആ കമ്പനി, തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവരെ കാര്യങ്ങൾ നടക്കണേ. അപ്പോൾ രാത്രി 9:30 മണിക്ക് കാറിൽ കയറണം എന്ന് പറഞ്ഞ് ഒരു ഡ്രൈവറെ വിട്ട ആ കമ്പനി തീർച്ചയായിട്ടും ഈ നടിയുടെ സുരക്ഷിതത്വം ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ബാധ്യസ്ഥമാണ്. അവരെന്തുകൊണ്ട് ചെയ്തില്ല? അവർ പ്രതികളാവണ്ടേ? കാരണം അവരെ ഈ വളരെ അരക്ഷിതമായ, അതായത് യാതൊരു സുരക്ഷയില്ലാത്തതായ ഒരു വാഹന ഡ്രൈവറെയും വാഹനയും വിട്ട് ഇതുപോലെയുള്ളതായ ഒരു അവിവാഹിതയായ ഒരു നടിയെ കൊണ്ടുപോകാനായിട്ട് ആ സമയത്ത് വിട്ടത് തീർച്ചയായിട്ടും വളരെയധികം ദുഃഖകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളും ചെയ്യാൻ പാടില്ല. അപ്പോൾ ചില നടികൾ തന്നെ ഇന്നലെ പറഞ്ഞു ഇത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വിശ്വാസത്തിൻ്റെ പുറത്തായിട്ടും ഇങ്ങനെയാണ് സംഗതികൾ പോകുന്നതെങ്കിൽ. ഇനി രണ്ടാമതുള്ളത്, ഈ പറയുന്നതായ നടിക്ക് ഈ കാറിൽ കയറിയപ്പോൾ ഇത് സുരക്ഷിതമല്ലല്ലോ എന്ന് അവർക്കും തോന്നിയില്ല. വാസ്തവത്തിൽ അവർക്കും തോന്നണത് ഇത് സുരക്ഷിതമായ ഒരു പോക്കല്ലല്ലോ ഇത്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കയറാനായിട്ട് സുരക്ഷിതത്വക്കുറവ് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായി എന്നെ കൊണ്ടുപോകുന്ന ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്ന് വേണമെങ്കിൽ അവർക്കും ആവശ്യപ്പെടാം. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളത് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഊഹാപോഹങ്ങൾ വെച്ച് ചർച്ച ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശ്രീമതി ഉഷ, ഒരുപക്ഷെ ഇവിടെ ശ്രീ ബിജി എബ്രഹാം സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതായത് എങ്ങനെ ഇത്തരക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ, വളരെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമായി നമ്മുടെ ഫിലിം ഫീൽഡ് മാറുന്നു എന്നുള്ളതല്ല, ഒരുപക്ഷെ നമുക്കറിയാം പല ഘട്ടങ്ങളിലും സിനിമാ മേഖലയെക്കുറിച്ച് അവിടെ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ എല്ലാവരെയും കുറിച്ചും അല്ല, എല്ലാവരും ചെന്നുപെടുന്നതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ എപ്പോഴും ഒരു ഭയത്തോടുകൂടി ഒരു സിനിമാ മേഖലയിലേക്ക് ഒരു പെൺകുട്ടി ചെല്ലുന്നതിനെ ഒക്കെ തന്നെയും വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതൊരു പരിധിവരെയും പല ഘട്ടങ്ങളിലും ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പല പെൺകുട്ടികളും ആ വിധത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊക്കെ ചെന്ന ഒരു സാഹചര്യമൊക്കെ നോക്കി. ആ വിധത്തിൽ ഇത്തരം ക്രിമിനലുകൾക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയായി എങ്ങനെ നമ്മളുടെ സിനിമാ മേഖല മാറുന്നു? ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ എനിക്ക് തോന്നുന്നു ഡോക്ടർ ബിജുവും ഒപ്പം തന്നെ ആഷിഖബു അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം. അതായത് ഗുണ്ടകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് വളരെ എളുപ്പം കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മേഖലയായി നമ്മുടെ ഫിലിം ഫീൽഡ് എങ്ങനെ മാറുന്നത്? ഞാൻ 2-3 സംഭവങ്ങൾ അതിനെനിക്ക് ഉദാഹരണമുണ്ട്. ഒന്ന്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടന്റെ മേലെ തമ്മനത്ത് വെച്ചൊരു ഇതുപോലൊരു നടനെ ഡബ്ബിങ് എന്തോ കഴിഞ്ഞ് വരുമ്പം ആക്രമിച്ചൊരു ചരിത്രമുണ്ട്. അതുപോലെ പിന്നെയും അതിനു മുൻപേ വേറൊരു നടനെ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്കകത്തുള്ള വ്യക്തി വൈരാഗ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ 1987 മുതൽ ചെന്നൈയിലാണ് എൻ്റെ സിനിമാ ജീവിതം. ഞങ്ങള് ഓരോ കോൾ ഷീറ്റാണ് ഓരോ സിനിമയ്ക്ക് കൊടുക്കുക. ഞാൻ 3-4 കോൾ ഷീറ്റ്. 9 മണിക്ക് ഞാൻ AVM സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് കറപ്പകൻ സ്റ്റുഡിയോയിലോട്ട്. അവർ വരുന്ന കാറിൽ അവർ പറയും മാഡം ഇതാണ് വണ്ടി. നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. പക്ഷേ ആ വിശ്വാസം അന്നൊരു കെട്ടുറപ്പുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം സഹോദരന്മാരെ പോലെ അവരെ വിശ്വസിച്ചാണ് നമ്മൾ കാറിൽ കയറി പോകുന്നത്. അവരാരും നമ്മളെ, പിന്നെ വേറൊരു കാര്യം, ആർട്ടിസ്റ്റുകളെ അന്നൊന്നും അമ്മ എന്നല്ലാതെ വേറൊരു വിളി ആരും വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അമ്മ ഇന്ത കാർദ അമ്മ വാമ പോലാം, നമ്മ ടൈം ആയിடுச்சு ശരിപ്പാ പോലാം. നമ്മൾ അതിൽ പോകുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, നമ്മൾ അഭിനയിക്കുന്നു. അവിടുന്ന് രാത്രി 12-1 മണിയാകുമ്പോൾ അവർ പറയും ഷൂട്ടിംഗ് മുടിഞ്ഞിച്ചമ്മ വണ്ടി റെഡി ആയിடுச்சு നീങ്ക കളമ്പുങ്ക. ഒറ്റയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒരു പക്ഷേ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്നത്
കുട്ടികൾ കയറുന്ന വണ്ടിയിൽ തന്നെ അവരെ തിരിഞ്ഞു നിൽക്കുക, കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ലൈറ്റ് ഇത് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിലിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഒരുമാതിരി വക്രിച്ച കണ്ണുകളോണ്ട് നോക്കുക. ഇതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലായ്മ. കാരണം ഭയമില്ല ഇവർക്ക്. നമ്മൾ എന്ത് കുറ്റം ചെയ്താലും, ഇപ്പം സൗമ്യ വധക്കേസ്, ആ ഒരു ഭിക്ഷക്കാരന് ഇന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടാൽ നമ്മൾ അതിശയപ്പെട്ടു പോകും. ജനങ്ങളുടെ മനസ്സിൽ ഭയമില്ലായ്മ വന്നു തുടങ്ങി. അവർക്കറിയാം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ചെറഞ്ഞ നോട്ടങ്ങളും ഇവരെയുള്ള അക്രമങ്ങളും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ചിന്തിക്കുന്നത് എന്താണ്? മാക്സിമം പോയാൽ ഇത്ര വർഷം, പിന്നെയുള്ളതൊന്ന് കുപ്രസിദ്ധിയിലേക്കൂടെ പ്രസിദ്ധിയിലേക്ക് പോകാം. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെ നാളെ ലോകം അറിയും, അങ്ങനെ പോകുന്നവരുമുണ്ട്. ഈ 2-3 കാറ്റഗറിയിലാണ് നമുക്കിവിടെ കൂടുതലും ആളുകൾ 2 ഭാഗങ്ങളായിട്ട് തിരിയുന്നത്. അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? സോറി, ഞാൻ ചോദിക്കട്ടെ. ശ്രീ ബിജി അബ്രഹാം, ഇവിടെ ശ്രീ ജെയിംസ് വടക്കുംചേരി സൂചിപ്പിച്ചു പോലെ എല്ലാ ഊഹാപോഹങ്ങളാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു വലിയ പ്രതിഷേധങ്ങൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിലായാലും, ഒപ്പം തന്നെ ഇപ്പം സിനിമാക്കാരുടെ ഇടയിലായാലും, അല്ലെങ്കിൽ മറ്റ് വർക്കേഴ്സിന്റെ ഇടയിലായാലും ഒക്കെ തന്നെയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നം ഇതിന് മുന്നിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചു, ഇങ്ങനെ ചില മൊബൈൽ ക്ലിപ്പിങ്ങുകൾ ആ നടിയുടേത് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതിഷേധിച്ചവരുടെ ഇടയിലും 50% മേലിലും എന്നാൽ ഈ ക്ലിപ്പിങ്ങുകൾ കിട്ടുമോ എന്ന് തിരക്കിയവരായിരിക്കും ഉള്ളത്. ആ വിധത്തിലുള്ള സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയുടെ ഒക്കെ കൂടി പ്രശ്നമില്ലേ ഈ ഒരു വിഷയത്തിൽ, ശ്രീ ബിജി? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഒരുപാട് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ആദ്യമായിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ വായിക്കുകയുണ്ടായി. അതിനകത്ത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വുമൻ ഐ ഹാവ് എവർ മെറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനകത്ത് ഈ നടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമാണ്. ചെറുപ്പക്കാരാണ്, ഏതാണ്ട് മധ്യവയസ്കരിൽ അല്ല അതിന് ചൂടെയുള്ള ആളുകളാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. പക്ഷെ അവരെല്ലാം തന്നെ ഈ ഒരു വിഷയത്തെ ആക്രമിച്ചത് വേറൊരു തരത്തില്ല. ഐ ഹാവ് സീൻ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൻ എന്ന് പറഞ്ഞപ്പോൾ ആ സൗന്ദര്യത്തെയും ശരീരത്തെയുമാണ് അവസാനം ഏറ്റവും അധികം ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. യഥാർത്ഥത്തിൽ പ്രശ്നം അത് തന്നെയാണ്. ഒരു സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കുന്നത് കേവലം ഒരു ഉപഭോഗ വസ്തുവോ ശരീരമോ ഒരു ചരക്കോ എന്ന നിലയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. അടിസ്ഥാനപരമായി ഈ ബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിൽ, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള വലിയ ഒരു പോരായ്മ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഒന്നാമതായിട്ട് അനിത നായരുടെ, പ്രശസ്തമായ ജേർണലിസ്റ്റായ അനിത നായരുടെ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പേ ജെൻഡറുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അതിനകത്ത് പറയുന്നത് വിമൻ ഹാസ് ടേൺഡ് ഇൻ ടു ആൻ ഒബ്ജക്റ്റ് ടു ബി യൂസ്ഡ് ഓഫ്, അബ്യൂസ്ഡ് ഓഫ് ആൻഡ് പൊസസ്ഡ് ഓഫ് എന്ന. സ്ത്രീ എന്ന് പറയുന്നത് വെറും ഉപയോഗിക്കപ്പെടുവാനും കൈവശം വയ്ക്കുവാനുള്ളതും പീഡിപ്പിക്കപ്പെടുവാനും ഒക്കെയുള്ള കേവലം ഒരു വസ്തുവായി ആയിട്ടാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. മാത്രമല്ല ഇന്ന് തന്നെ നമ്മളുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള ആളുകളുടെ പ്രതിഷേധം എല്ലാം തന്നെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആ പ്രതിഷേധം എല്ലാം സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ ഈ ചോദ്യം അവരോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന 2 നടീനടന്മാരാണ് ആഷിഖ് അബുവും റീമ കല്ലിങ്കലും. അവരുടെ രോഷം മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അവർ ഒരു ആത്മവിമർശനം എന്ന് ഇതേ ചോദ്യം അവർ തിരിച്ചു ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സിനിമ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ പൃഥ്വിരാജിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു സിനിമയിൽ പറയുന്നത്, ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയാൽ 10 മാസം കഴിഞ്ഞേ നീ ഫ്രീ ആകുകയുള്ളൂ എന്ന്. ഇത് അതിനകത്ത് ഒരു നായിക കഥാപാത്രത്തിനടുത്തോ അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിനടുത്തോ ഒരു നായിക നടൻ അതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് പൃഥ്വിരാജ് എന്നൊരു വ്യക്തിയല്ല കുറ്റക്കാരൻ. ആ തിരക്കഥയ്ക്കകത്തുള്ളൊരു പ്രശ്നമോ അല്ലെങ്കിൽ ഒക്കെയാണ് അത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ നരസിംഹം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവസാനമുള്ള ഒരു ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും, കുന്തം മറിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അടിവയറ്റിലിട്ട് ചവിട്ടാനും മകരമാസ തണുപ്പിൽ ഒരു പുതപ്പിൻ കീഴിൽ കിടക്കുവാനും
എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനും നിനക്കാകുമെങ്കിൽ എനിക്കൊരു പെണ്ണിനെ വേണം എന്നുള്ള തരത്തിലാണ്. കൃത്യമായിട്ട് ഡയലോഗ് ഞാൻ ഓർക്കുന്നില്ല. ഇതേ രീതിയിലാണ് സിനിമകളിൽ സ്ത്രീയെ കാലങ്ങളായി ചിത്രീകരിക്കപ്പെട്ടത് എന്നുള്ളത് ആത്മവിമർശനപരമായിട്ട് സിനിമാ മേഖലയിലുള്ള ആളുകളും പരിശോധിക്കപ്പെടേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു വസ്തുത. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രതിഷേധം നടക്കുമ്പോഴും സ്വയം വിമർശനാത്മകമായി കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഒരുപക്ഷെ അത് സിനിമ എന്ന് പറയുന്നത് വലിയൊരു മാധ്യമമാണ്, ഒരുപക്ഷെ ഒരു വാർത്താ ചാനൽ, ഒരുപക്ഷെ അതിനപ്പുറത്തേക്കൊക്കെ തന്നെയും ജനങ്ങളെ സ്വാധീനിക്കാനൊക്കെ ഉള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ വിധത്തിൽ കൂടി അത് കൈകാര്യം ചെയ്യണമെന്നാണ് തോന്നുന്നു. ഞാനത് താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചു വന്നത് കൊട്ടേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ഇവിടെ ഞാൻ ശ്രീ ജെയിംസ് വടക്കംചേരി സൂചിപ്പിച്ച പോലെ ഇവിടെ അദ്ദേഹവും സൂചിപ്പിക്കുകയുണ്ടായി, വലിയൊരു ബ്ലാങ്ക് സ്പേസിന് മുന്നിൽ നിന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിയമത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ഒരു വിഷയങ്ങൾ പരിശോധിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്, എന്തൊക്കെ കുറ്റങ്ങളാണ് ചാർത്തിയിട്ടുള്ളത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഒരു തലം ഇതിന് വരുന്നത് ഈ കൊട്ടേഷൻ എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു വ്യക്തി, ഇത്രയും വലിയൊരു ക്രിമിനലായ ഒരു വ്യക്തി, അയാൾ പ്ലാൻഡായിട്ട് തന്നെയാകണം ഈ സിനിമാ സെറ്റിൽ തുടർന്നത്, ഇത്രയും ആൾക്കാരുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ ഒരു കൊട്ടേഷൻ, അത് കൊട്ടേഷനായി തന്നെ വ്യക്തമാക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു ക്രൈം നടക്കുകയും ചെയ്തു എന്നത്. ശ്രീ ജോർജ് ജോസഫ്. അതെ, നമ്മൾ ഒരു കാര്യം, ഇപ്പൊ ആ മാർട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആ നടിയെ കുറ്റപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ആ നടിക്ക് പരിചയവും വിശ്വാസമുള്ള ഒരു ഡ്രൈവർ തന്നെ ആയിരുന്നു മാർട്ടീൻ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ആ കുട്ടി പോയതിനെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കാർക്കും രാത്രി ഒറ്റയ്ക്ക് ഒരു കാറിൽ പോകാൻ പറ്റില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. ആ കുട്ടി എന്തായാലും ശരി, ഒറ്റയ്ക്ക് പോയത് ഒരു കുഴപ്പമില്ല, അതിനാരും വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ നമ്മളിത് അനലൈസ് ചെയ്യുമ്പോൾ മാർട്ടീൻ എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ, ആ കുട്ടിക്ക് വിശ്വാസമുള്ള ഡ്രൈവർ തന്നെയാണ് ഈ ചതിയുടെ 1-ാം നമ്പറിലോട്ട് വരുന്നത്. അയാളെ വിശ്വസിച്ച് പോയത്, ആ വിശ്വാസം തെറ്റി. അത് അങ്കമാലിയിൽ നിന്ന് എറണാകുളം വരെ അതൊരു അബ്ഡക്ഷൻ തന്നെയാണ്, തട്ടിക്കൊണ്ടുപോകലാണ്. അവിടം വരെ കുഴപ്പമില്ലാതെ വന്നിട്ട് പിന്നീടാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ പുതിയ കഥാപാത്രങ്ങൾ അകത്ത് കയറുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പോലീസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാർട്ടിനെ കസ്റ്റഡി വാങ്ങണം. ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അയാളെ കസ്റ്റഡി വാങ്ങിച്ചെന്ന് കസ്റ്റോഡിയൽ ക്വസ്റ്റ്യനിങ് തന്നെ ആയിരിക്കണം. കാരണം ഇതിനകത്ത് ഇനി ആർക്കും ഇത് സംഭവിക്കരുത്. കേരളത്തില് ഇതിനകത്ത് 2 പേര്, ഒരാള് കണ്ണൂരും ഒരാള് ആലപ്പുഴയുള്ള ഒരാളും പൾസർ സുനിയാണ് കിട്ടാതിരിക്കുന്നത്. ആ 3 പേര് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കിട്ടിയ 2 പേര്, ആ 2 പേരും മിക്കവാറും ഈ മാർട്ടിന്റെ ആള് തന്നെയാണ്. അപ്പൊ മാർട്ടിനും അയാളും ഒരു ടീമും. ഇപ്പൊ 3 പേരെ കിട്ടാനുള്ള 2 പേര് ഈ വണ്ടിക്കകത്ത് കയറിയതാണ്. അപ്പൊ അവരൊരു ടീമും, അതിന്റെ മുകളിൽ ഇതുവരെ വണ്ടിക്കകത്ത് കയറാത്ത ഒരാളാണ് പൾസർ സുനി. അപ്പൊ പൾസർ സുനിയും ഈ 2 പേരും ആലപ്പുഴയ്ക്ക് പോയപ്പോ ഇതൊരു ആലപ്പുഴ അവന്റെ കൈ പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വാൻസ് കിട്ടിക്കാണൂല. അവിടെ കൊട്ടേഷൻ കൊടുത്ത ആള് തന്നെ പണം കൊടുക്കണം, അയാൾ ഇവന്റെ കാര്യം നോക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആലപ്പുഴ പോയെ. 2 പേര് കിട്ടാനുള്ളതിൽ ഒരാൾ ആലപ്പുഴക്കാരനാണ്. ഇതത്ര നിസ്സാരമായിട്ട് എന്നെ പോലെ ഒരാൾ കാണാൻ പറ്റില്ല. ഇവിടെ തന്നെയാണ് പോലീസ് പ്രോബ് ചെയ്യേണ്ടത്. ഇവിടെ കാരണം ഈ ആ മുത്തൂറ്റിന്റെ പോലെ പറ്റ് അതിനകത്ത് കൊട്ടേഷൻ എടുത്തവര് സാക്ഷിയായി പോയെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇവിടെ അത് സംഭവിക്കരുത്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും ദുഃഖം രേഖപ്പെടുത്തുന്ന മഹാനടന്മാരെയൊക്കെ നമ്മൾ കണ്ടു. അവര് വരട്ടെ. അവർ ഈ കുട്ടിയുടെ കല്യാണം ഏകദേശം ഉറച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ അവഹേളിച്ചതും അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും എല്ലാം ആ കല്യാണം ഉറച്ചിരുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നെ പോലെ ഒരാള് അവിടെ തന്നെയാണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ആ കുട്ടിയെ നശിപ്പിക്കാൻ ആർക്കാണ് താല്പര്യം? അത് പോലീസ് കണ്ടെത്തണം. എങ്കിലേ നമുക്ക് ഇതിന്റെ യഥാർത്ഥ കൊട്ടേഷൻകാരനെ പിടിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് മാർട്ടിനെ പോലീസ് കസ്റ്റഡി വാങ്ങിക്കണം. അയാളെ കസ്റ്റഡി വെച്ച് തന്നെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ട് അയാളുടെ കൂടെ അയാൾക്ക് ആർക്കാണ് അയാളിൽ നിന്ന് കൊട്ടേഷൻ കിട്ടിയെന്ന് കണ്ടെത്തണം. ആ കൊട്ടേഷൻ കിട്ടിയ ആൾക്ക് എവിടുന്നാണ് കൊട്ടേഷൻ വരുന്നത്? ആർക്ക് ഇതിനകത്ത് പൈസ ട്രാൻസാക്ഷൻ നടന്നത് ഇതുവരെ വന്നില്ല. ഒരു കൊട്ടേഷൻ എടുക്കുന്ന ഒരാള് മുതല് ആദ്യം തന്നെ വാങ്ങും. അപ്പൊ ഇതിനകത്ത് പണം വാങ്ങിയതായിട്ട് ചരിത്രമില്ല. കൊടുക്കാം, 60 ലക്ഷം രൂപ കുട്ടിയുടെ നിന്ന് കിട്ടുമ്പോൾ 30 കൊടുക്കാം. അങ്ങനെ കേരളത്തിലെ ഒരാളും
കേരളത്തിലെ ഈ ഗുണ്ടകളും അങ്ങനെ ഒരു കൊട്ടേഷൻ എടുക്കൂല. അപ്പം കൊട്ടേഷൻ ആയി കഴിഞ്ഞു, അതിന്റെ പണം കണ്ടെടുക്കട്ടെ പോലീസ്, അതിലേക്ക് അന്വേഷണം നീങ്ങട്ടെ, പോലീസിന്റെ അന്വേഷണത്തിന്റെ വിരുദ് അവരുടെ കഴിവ് നമുക്ക് നോക്കാം, ഇത് പിടിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. പിടിക്കണം. അത് ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും UDF ആയാലും എല്ലാം ഇവരെ ഇങ്ങനെയുള്ള കൊട്ടേഷൻകാരെ കേരളത്തിൽ എത്രയോ പേരുണ്ട്. ഇന്ന് വരെ യഥാർത്ഥത്തിൽ കൊട്ടേഷനിലെ പണം കൊടുത്തവന്മാരെ ഒന്നിലും ഒരു കേസിനകത്തും പിടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് വരട്ടെ, അതിലേക്ക് ഈ ടീം വരുമെന്ന് നമുക്ക് നോക്കാം. എങ്കിലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പെൺകുട്ടികൾക്കൊക്കെ കാറിൽ എവിടെയും പോട്ടെന്ന് കേരളത്തിൽ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും പോകാൻ ഒക്കില്ല. കേരളത്തിൽ പോണം. അതിന് പോലീസിന് അതിനാവശ്യമായ പോലീസ് അതിനകത്ത് ഒഴിഞ്ഞു കഴിഞ്ഞ് പറഞ്ഞ് കേസ് ഞങ്ങളെ ആളെ പിടിച്ചെന്ന് പറഞ്ഞ ആ ഉത്തരവാദിത്വത്തിന് ഒഴിയാനായിട്ട് പറ്റില്ലിനി. അതുകൊണ്ട് പോലീസ് ഉത്തരവാദിത്വത്തോട് തന്നെ, അത് ഭരണം മാറി മറിച്ചും വരും, പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നയാളും ആ ലോക്കലിൽ ഇരിക്കുന്നയാളും കൃത്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങനെയുള്ള കേസുമായിട്ട് വരുന്ന പോലീസ് സ്റ്റേഷനിൽ വരുന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന കൃത്യമായി അവരുടെ മൊഴി രേഖപ്പെടുത്തി കോഗ്നിസൻസ് എടുത്തിട്ട് ഈ ക്രിമിനലിനെ കേരളത്തിൽ ഒതുക്കണം. ഇനി ഒരൊറ്റ മനുഷ്യനും കൊട്ടേഷൻ എടുത്ത ഒരാളെ കൊല്ലാനോ പിടിക്കാനോ പോകാതിരിക്കാൻ ഈ ഒരു കേസ് നമുക്ക് മാതൃകയാകട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ജോ ജോസഫ്, ശ്രീ ജെയിംസ് വടക്കംശ്ശേരി, അവിടെയാണ്. അതായത് നമുക്കറിയാം സമീപകാലത്തായി ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു വളർച്ച, അത് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കളായാലും ശ്രീ ജോസഫ് ആയാലും ഒക്കെ ഈ മുത്തൂറ്റ് വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളിലൊക്കെ സമാനമായ കൊട്ടേഷൻ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഈ കാരണം തേടി പോകാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് പിഴുതെറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടാതെ പോകുമായിരുന്നു. നമ്മളുടെ അന്വേഷണത്തിന് ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ പോലീസ് സംഘത്തിന് ഒരുപക്ഷെ പിഴവെന്ന് പറയാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ എന്താണ് തടസ്സം? നമ്മുടെ അന്വേഷണത്തിന്റെ ശൈലിയാണോ? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ തന്നെ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ ജോ ജോസഫ് പറയുകയുണ്ടായി, മാർട്ടിനെ കസ്റ്റഡിയിൽ എടുക്കണം. എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? അന്വേഷണത്തിൽ പിഴവുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടിയെ മെഡിക്കൽ ടെസ്റ്റിന് വിട്ടു. തീർച്ചയായിട്ടും ആ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയ ഡോക്ടർ അവരുടെ ശരീരം പരിശോധിക്കുകയും അവരുടെ ശരീരത്തിൽ എവിടെയൊക്കെ മുറിവുണ്ടായി എന്നും അതുപോലെ അവർക്ക് ലൈംഗികമായ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള എവിഡൻസ്, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ, കാരണം അവിടെ എക്സ്ചേഞ്ച്, അതായത് ഈ പീഡിപ്പിച്ച വ്യക്തിയെ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ, അതിൻ്റേതായ എന്തെങ്കിലും അങ്ങനെ DNA അതുപോലൊക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടാകണം. അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ നടി വളരെയേറെ സ്ട്രെസ് അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവരെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. തീർച്ചയായിട്ടും അവർ സൈക്കോളജിക്കൽ എക്സാമിനേഷൻ വിടണം. കാരണം ഒരു സൈക്കോളജിസ്റ്റ് ഇരുന്ന് ഒരു മെഡിക്കൽ ഓഫീസറൊക്കെ കൂടി ഇരുന്ന് അവർക്ക് വേണ്ട ഒരു ഇമോഷണൽ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ സ്ട്രെസ്സിലൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കേസുകളാണെങ്കിൽ അവർക്ക് ഇൻവേരിയബിളായിട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റ് എക്സാമിനേഷൻ നടക്കും. എന്നിട്ട് അവരെ ഒന്ന് സാന്ത്വനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഗുണ്ടകളുണ്ടായി എന്ന് പറഞ്ഞ് എന്താണ് കേട്ടത്, എങ്ങനെയാണ് കേട്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും നമുക്കൊരു വിവരവും കിട്ടുന്നില്ല. സൈക്കോളജി ടെസ്റ്റ് വിട്ടോ? വിട്ടു കഴിഞ്ഞാൽ ഈ നടി എന്താണ് സൈക്കോളജിസ്റ്റോട് പറഞ്ഞത്? ആരാ അവരെ എക്സാമിൻ ചെയ്തത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഗുണ്ടകളുടെ കാര്യം അവരെന്താ പറഞ്ഞത്? ഗുണ്ടകൾ എന്നുള്ളത് അവർ ഈ സുനി ഇവരുടെ ഒരു ഡ്രൈവറാണെന്ന് പറയുന്നു. ആ ഡ്രൈവർ ആണെന്ന് പറയുന്ന സുനി വിടാനുണ്ടായ കാരണം എന്താണ്? ഇതൊക്കെ എനിക്ക് തോന്നുന്നൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനോട് കൂടി സൈക്കോളജിക്കൽ എക്സാമിനേഷൻ കൂടി ഒക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പ്യുവർലി നമ്മളിപ്പോൾ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ അർത്ഥമൊക്കെ ആളുകൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്താണെന്ന്. പക്ഷേ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് അപ്പുറത്ത് തീർച്ചയായിട്ടും ഈ സുനിയെ തന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ ഹി ക്യാൻ ബി എക്സാമിൻഡ് ബൈ എ സൈക്കോളജിസ്റ്റ്. അയാളുടെ ഇപ്പം ക്രിമിനലാണ് എന്ന് പറയുന്ന നമുക്ക് തെളിവുകളുണ്ട്. പക്ഷേ നമ്മൾ അയാളുടെ മൈൻഡൊക്കെ കണ്ടുപിടിച്ച് ആ ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പരമായ സംശയമുണ്ട്. ഈ മിസ്റ്റർ ജോർജ് ജോസഫ് അതുപോലെ ഇത് കൊട്ടേഷനുകളുടെ സാധ്യതകളുണ്ട്. ഈ സുനി എന്ന് പറഞ്ഞ ആൾ മിക്കവാറും മെയിൻ കൊട്ടേഷൻ ആയിരിക്കില്ല, അയാൾ സബ് കൊട്ടേഷൻ ആയിരിക്കും. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കൊട്ടേഷൻ സംഘത്തിന്റെ ഒക്കെ ഒരു ശൈലി വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണാൻ വഴിയുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വേറെ ഒരു എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. അതായത് ആ ഡോക്ടറെങ്കിലും പറയാണ്
ഈ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നും ഒരു ഫോറിൻ മുടി, അല്ലെങ്കിൽ പൂബിക് ഹെയർ, അല്ലെങ്കിൽ സെമൻ കിട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. കാരണം ഒരു ഫോറിൻ ഹെയർ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന ആളുടെയാണെന്ന് കണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെമൻ കണ്ടെങ്കിൽ, ഇതൊന്നും നമുക്ക് പറയാതെ നമ്മളിപ്പോൾ വെറും ശൂന്യതയിൽ നിൽക്കുക. ശൂന്യതയിൽ നിന്നിട്ട് നമ്മൾ അതാകാം ഇതാകാം എന്ന് പറയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കൊട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെനിക്ക് തോന്നുന്നു. പക്ഷെ അത് തോന്നലായിട്ട് നിലനിൽക്കുകയാണ്. ശ്രീമതി ഉഷ, ഒരുപക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. പക്ഷെ വളരെ ദുഃഖകരമെന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ താങ്കളും സൂചിപ്പിക്കുകയുണ്ടായി. നിർഭയയുടെ സംഭവത്തിന്റെ സമയത്തായാലും, പിന്നീട് സൗമ്യാവധം നടന്ന ആ സമയത്തായാലും, പിന്നീട് ജിഷയുടെ സംഭവത്തിലായാലും ഒക്കെ തന്നെയും നമ്മളിത് കണ്ട് മലയാളികൾക്ക് ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞു. ഒരു മെഴുകുതിരി കത്തിച്ച് ഒന്ന് പ്രതിഷേധിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് ഉച്ചത്തിൽ അവൾക്ക് വേണ്ടി സംസാരിച്ചാൽ കാര്യം കഴിഞ്ഞു എന്നൊരു രീതിയിലേക്ക് കൂടി നമ്മുടെ സമൂഹം പോകുന്നുണ്ട്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രതിഷേധമായി ഒക്കെ ഇത് മാറാൻ ഉള്ളൊരു സാഹചര്യം അത് ഇവിടെയും കാണുന്നുണ്ടോ? മാറണം. കാരണം ഇന്ന് പണ്ടത്തെ പോലെ കൂട്ടുകുടുംബങ്ങളല്ല നമുക്ക് ഇന്നുള്ളത്. എല്ലാ അണുകുടുംബങ്ങളാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. വിശ്വസിച്ച് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ്, മക്കളെ ഏൽപ്പിച്ചിട്ട് അവർ പോകുന്നത്. ഈ കുട്ടികൾ അച്ഛനും അമ്മയും തിരിച്ചു വരുന്നത് വരെ ഈ വേലക്കാര കൈകളിൽ സുരക്ഷിതരാണോ എന്ന് എത്ര അച്ഛനമ്മമാർക്കറിയാം. അതേപോലെ തന്നെ അമ്മാവന്മാർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പാലക്കാട് ജില്ലയിൽ ഒരു കൊച്ചുകുട്ടിയാണ്, ഇതൊരു സംഭവമാണ്. 3-3.5 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. പക്ഷേ പറയാൻ പറ്റാത്ത ഭാഗങ്ങളിലെല്ലാം ഒരുമാതിരി ചൊറിച്ചലും, കുട്ടി രാത്രി അസ്വാസ്ഥ്യമാണ്, കിടന്നില്ല, ഉറങ്ങുന്നില്ല, ഇങ്ങനെ പ്രശ്നങ്ങളായി. അങ്ങനെ ഒരു കുഞ്ഞു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർക്ക് അതൊരു അസ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു രോഗം ഈ കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവർ ആ കുട്ടിയെ ഒരു വലിയ ഗൈനക്കോളജി പോലത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഈ കുട്ടിയെ വീട്ടിലാരോ നിരന്തരമായിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. അവർക്ക് അതിശയം. വീട്ടിലുള്ളത് ഒരപ്പൂപ്പനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, സ്വന്തം അപ്പൂപ്പനെ. അവിടെ കണ്ടുപിടിക്കപ്പെട്ടു ഈ അപ്പൂപ്പനാണ് മകളെ ഉപദ്രവിക്കുന്നതെന്ന്, പേരക്കിടാവിനെ. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിൽ എന്തുകൊണ്ട് രക്തബന്ധങ്ങൾ മറന്നു പോകുന്നു? നമ്മൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു കൂട്ടുകുടുംബമാണെങ്കിൽ, ആ വീട്ടിൽ വേറെയും മക്കളോ സഹോദരങ്ങളോ അമ്മാവന്മാരോ അമ്മായിമാരോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദൗത്യത്തിന് ചിലപ്പോൾ ആ മനുഷ്യൻ മുതിരില്ലായിരിക്കും. ഇന്നിപ്പം നമ്മുടെ സ്വകാര്യതയിൽ ലാപ്ടോപ്പ്, അത് ഇത് മറ്റത് മറിച്ചത്, ഈ വയസ്സായ മനുഷ്യൻ ഇതെല്ലാം കണ്ട് അയാൾക്ക് സ്വന്തം ഭാര്യ മരിച്ചു പോയിരിക്കാം. അയാൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? അതാരോടാണ് അയാളെ ഈ വികാരങ്ങൾ തീർക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഉണരേണ്ടത്. കാരണം ഇത് ഇംഗ്ലണ്ട് പോലെയുള്ള ദേശത്ത്, ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേയും പറഞ്ഞതാണ്, ഇംഗ്ലണ്ട് പോലെയുള്ള ദേശത്ത് ഒരു കുഞ്ഞ് ഗർഭത്തിലായാൽ മുതൽ കൊണ്ട് അവിടെ വലിയ വലിയ കൗൺസിലേഴ്സ് വന്ന് ആ അമ്മയോടും ആ ഗർഭത്തിലിരിക്കുമ്പം ഭർത്താവിനോടും ഭാര്യയോടും കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ എങ്ങനെ മുലയോട്ടണം, ആ കുഞ്ഞിൻ്റെ ഓരോ പടിയിലും ആ കുഞ്ഞിനോട് സ്വകാര്യമായിട്ടും കുഞ്ഞ് വളർന്നു വരുമ്പോഴും ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വീട്ടിലാരെങ്കിലും നിങ്ങളുടെ അസ്ഥാനത്ത് സ്പർശിക്കുന്നുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും? ഇങ്ങനെ ഒരു കൗൺസിലിംഗ് കിട്ടി വളരുന്ന കുട്ടികൾ അവർ സ്വന്തം സഹോദരൻ, എനിക്കറിയാവുന്ന ഒരു സത്യമാണ് ഇംഗ്ലണ്ടിൽ നടന്നത്. ഒരു ബ്ലാക്ക് ലേഡിയുടെ, അവർ ഭാര്യയും ഭർത്താവും 4 മക്കളുമാണ്. അതിൽ ഒരു പെൺകുട്ടിയോട് ക്ലാസ് ടീച്ചർ ചോദിച്ചു, മക്കളെ വീട്ടിൽ, ക്ലാസ് ടീച്ചർക്കും ഉത്തരവാദിത്വമുണ്ട്, വീട്ടിലാരെങ്കിലും ഇതുപോലെ അസ്ഥാനത്ത് തൊടുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഈ കുട്ടി ചെറിയ കൊച്ചാണ്, എൻ്റെ ചേട്ടൻ എന്നെ അവിടെ ഇവിടെയൊക്കെ തൊടുമെന്ന് പറഞ്ഞു. ആ ചേട്ടനെ ഇവർ മാറ്റി നിർത്തി കൗൺസിലേഴ്സ് വന്ന് ചോദിച്ചു. ഈ കുട്ടിയെ മാറി മാറി ചോദ്യം ചെയ്തപ്പോൾ ഈ കുട്ടിയെ അവൻ കളിയിലോ തമാശയിലോ അല്ല, കാര്യമായിട്ടോ അവൻ അവിടെ ഇവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി 18 വർഷം പിന്നീട് ഇവിടെ ഗവൺമെൻറ് അവനെ എടുത്തുകൊണ്ടുപോയി ദുർഗുണ പരിഹാര പാഠശാല പോലെ. ആ സ്ത്രീ എന്നും കരയും, എൻ്റെ മകനെ എനിക്കൊന്ന് കാണണമെന്ന്. അങ്ങനെ അവർക്ക് ആഴ്ചയിലൊരിക്കയോ മാസത്തിലൊരിക്കയോ ആ കുഞ്ഞിനെ കാണാൻ പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നു. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് ചോദിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ? അവരെ കുഞ്ഞിലെ തന്നെ ഒരു കൽഹൃദയം. ഇപ്പോൾ ഒരു ആൺകുട്ടി എന്തുകൊണ്ടൊരു ക്രൂരനാകുന്നു എന്ന് വെച്ചാൽ അവനെ വീട്ടിലോ പുറത്തോ അയൽപക്കത്തോ വേറെ എവിടെയെങ്കിലോ ആരെങ്കിലും ബാല മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും.
ആ പ്രതികാരം പിന്നീട് വളർന്ന് 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 ഈ വക ചിന്തകളിലോട്ടോ ഇല്ലെങ്കിൽ ഒരു ക്രൂക്കഡ് മൈൻഡിലോട്ടോ അവനെ മാറ്റാം. ഞാൻ തിരികെ എത്താം. ശ്രീ ബിജി അബ്രഹാം, ഈ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം പഴിചാരാന് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ നമുക്കാവും, ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലും. അതിപ്പോൾ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ ലോകം പുറം ലോകം അറിഞ്ഞു ആ വിധത്തിൽ ഒരുപക്ഷെ കാര്യങ്ങൾ പോകുകയും നിയമപരമായി ആയാൽ തന്നെയും ആ കാര്യങ്ങൾ പോകുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക്, ഒരു പരസ്പരം പഴിയാറിൽ എന്നതിനപ്പുറത്തേക്ക് സമൂഹം ഉണർത്തുമോ ഈ ഒരു വിഷയമെങ്കിലും? ശ്രീ ബിജി. പ്രശ്നത്തെ ഇന്ന് നമ്മുടെ മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞെട്ടലുളവാക്കിയെന്നും ഒറ്റപ്പെട്ട സംഭവമാണെന്നും എനിക്ക് തോന്നുന്നു ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തിയത് CPIയുടെ ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രനാണ്. അദ്ദേഹം പറയുന്നു, തൊഴിലിടങ്ങളിൽ സ്ത്രീയുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം നടത്തിയ നിരീക്ഷണം എന്നെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമായിട്ട് തോന്നുകയുണ്ടായി. സ്ത്രീ ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊതു ഇടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ സ്ത്രീ എത്രമാത്രം സുരക്ഷിതയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മൾ കണ്ടതല്ലേ പെമ്പിളെ ഒരുമയുടെയൊക്കെ നേതൃത്വത്തിൽ കൂലിക്ക് വേണ്ടിയുള്ള സ്ത്രീകളുടെ സമരം, അവർ തൊഴിലെടുക്കുന്ന ഇടങ്ങളിലെ സുരക്ഷിത ഇല്ലായ്മയെക്കുറിച്ചിട്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വളരെ അടിസ്ഥാനപരമായ മൗലികമായ അവരുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യം കേരളത്തിൽ തന്നെ എത്രയോ സംഭവങ്ങളുണ്ട്. എന്തിനു പറയുന്നു, ഒരു വസ്ത്രശാലയുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ട ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇരിപ്പ് സമരം തന്നെ കേരളത്തിൽ നടന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതല്ലേ. അപ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീയുടെ അവകാശങ്ങൾ എത്രമാത്രം, അവരുടെ വളരെ മൗലികമായ അവകാശങ്ങളാണെങ്കിൽ പോലും അത് എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായ ചോദ്യമാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഒരു പ്രശ്നം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ, ഇപ്പം എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച മേഡം ഒക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുവിടങ്ങളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ വീടുകളിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു? ഇത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്റ്റിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ ഒരു സാമൂഹിക പ്രശ്നം ചെറിയ പ്രായം മുതലേ സ്ത്രീ വ്യത്യസ്തമാണ്, പെൺകുട്ടി വ്യത്യസ്തനാണ്, ആൺകുട്ടി ഒരു വളരെ വ്യത്യസ്തമാണെന്നും, ഒന്നാം ലിംഗക്കാരൻ പുരുഷനാണെന്നും, രണ്ടാം ലിംഗക്കാരൻ സ്ത്രീയാണെന്നും, മൂന്നാം ലിംഗം എന്ന് പറയുന്ന ഭിന്നലിംഗക്കാരാണ് എന്നൊക്കെയുള്ള ഇത്തരം കൺസ്ട്രക്റ്റുകൾ സൊസൈറ്റിയിൽ ആരാണ് ഉണ്ടാക്കിയത്? ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ബിജി അബ്രഹാം ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ച് സംസാരിച്ചതിന്. ഒപ്പം തന്നെ ശ്രീ ജെയിംസ് വടക്കംചേരി, ശ്രീമതി ഉഷ, ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫ് ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. ഏതായാലും ഇവിടെ ഒരു സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ധൈര്യത്തോടുകൂടി ഒരു സ്ത്രീക്ക് അവളുടെ തൊഴിലിടത്തിൽ ജോലി ചെയ്യാനും അവൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാനും ഉള്ള അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലേക്ക് അതിപ്പോൾ കൊട്ടേഷൻ സംഘമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അങ്ങനെ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അതിന് ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദികളായുള്ളവർ നിയമത്തിന് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ചർച്ച പൂർണ്ണമാവുകയാണ്. അതിഥികൾക്ക് നന്ദി. ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.